അങ്ങനെ ഇരിക്കുന്നോണ്ടേ ഈ പെങ്കൊച്ച് അവിടുന്ന് വീട്ടിൽ വരും. വീട്ടിൽ വരുമ്പോൾ എല്ലാവരും കൂടെ ആദ്യമേ പറയുന്നത്, നീ റിയാക്ട് ചെയ്ത രീതി ശരിയായില്ല, നീ വേറെ രീതി റിയാക്ട് ചെയ്യേണ്ടതായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു, ഇങ്ങനെ ചെയ്യേണ്ടതായിരുന്നു, ഇപ്പൊ ഇവിടെ വന്ന് നിന്നാൽ നമ്മളെന്തോ ചെയ്യാനാ. അതും പറഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ ഈ അപ്പൻ ഈ മോളെ കൊണ്ടുപോയി അവിടെ കൊണ്ടുവിട്ടേച്ച് പോരും. നമസ്കാരം. ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം. ഈ വനിതാ ദിനത്തിൽ മനസ്സിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഏറ്റുമാനൂരിൽ പാറോലിക്കലിന് സമീപം ട്രെയിന് മുമ്പിൽ ചാടി മരിച്ച അമ്മയെയും മക്കളെയുമാണ്. ആ ട്രെയിൻ ഹോൺ അടിക്കുമ്പോൾ ഏതുതരം വികാരത്തോടെ ആയിരിക്കണം, ഏതുതരം വേദനയോടെ ആയിരിക്കണം ഷൈനിയും ആ 2 പെൺമക്കളും അവിടെ തന്നെ നിന്നതും, ട്രെയിൻ ഇടിച്ച് അവരുടെ ജീവൻ വെടിഞ്ഞതും. നമുക്ക് പറയുമ്പോൾ സത്യത്തിൽ ഉള്ളു വിറങ്ങലിക്കുന്നുണ്ട്. ഇപ്പോഴും അത് ആലോചിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ട്. പക്ഷേ ഇതിനു മുമ്പ് നമ്മൾ ആരെങ്കിലും ഇത്തരത്തിൽ ഇടപെടൽ നടത്തുവാൻ സാധിച്ചിരുന്നു? നമുക്ക് ആർക്കെങ്കിലും ഒരു ചെറുവിരൽ അനക്കാൻ ഷൈനിയുടെ കാര്യത്തിൽ ഇതറിയുന്നവർക്ക് സാധിച്ചിരുന്നു? ഇതെല്ലാം അറിഞ്ഞു. ആ അറിഞ്ഞിട്ട് സഭയും മറ്റുള്ളവരുമെല്ലാം മൗനം പാലിച്ചു. എന്തിനധികം അവരുടെ കുടുംബത്തിൽ പോലും മൗനം പാലിച്ചു. ഈ മൗനം പാലിക്കൽ തന്നെയല്ലേ സത്യത്തിൽ അവളെയും മക്കളെയും ആ ജീവാഹുതിയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത്? ഷൈനി ആ കുഞ്ഞുങ്ങളെ വലിച്ചു കൊണ്ടുപോകുന്ന ആ കാഴ്ച, ഇളയ കുഞ്ഞിനെ ഷൈനി രാവിലെ, സംഭവ ദിവസം രാവിലെ 4:30 കഴിഞ്ഞതോടുകൂടി പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ആ കുഞ്ഞ് പോകാൻ മടിക്കുന്നുണ്ട്. പക്ഷേ ഷൈനിയും മൂത്ത മകളും ചേർന്ന് അവളെയും കൂട്ടി പോകുകയാണ്. ഒരുപക്ഷെ മരിക്കുവാൻ പോവുകയാണ് എന്നുള്ളത് രാവിലെ പുലർന്നപ്പോൾ തന്നെ ഷൈനി ആ മക്കളോട് പറഞ്ഞിട്ടുണ്ടാകണം. ആ ചെറിയ കുഞ്ഞിന് മരിക്കുവാൻ ആഗ്രഹമുണ്ടായിരുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പക്ഷേ ഷൈനിക്ക് സ്വന്തം വീട്ടിൽ അവളുടെ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് സ്വയം മരണത്തെ വരിക്കാനും ധൈര്യമുണ്ടായിരുന്നില്ല. അതിന് മുൻപത്തെ ദിവസം നോബി വിളിച്ചു പറഞ്ഞതും, നീ ആ 2 മക്കളെയും കൊണ്ട് എന്തിനവിടെ നിൽക്കുന്നു, നിനക്ക് പോയി മരിച്ചുകൂടെ എന്നുള്ള ചോദ്യശരങ്ങളും. നിലവിട്ട് നിൽക്കുകയായിരുന്നു ഷൈനി. ജീവിക്കാൻ വേണ്ടി ഒരുപാട് സഹിച്ചു അവൾ. ആ ദൃശ്യങ്ങളിലേക്ക് നോക്കുക. ആ കുഞ്ഞിനെ അവൾ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? നോക്കൂ, നമ്മൾക്കിടയിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു യുവതി ആത്മഹത്യയിലേക്ക് നടന്നു പോകുന്നത്. സഭയ്ക്ക് ഇതിൽ പങ്കുണ്ടോ? സഭയ്ക്കും പങ്കുണ്ട് എന്ന് തന്നെ പറയണ്ടേ? സ്വന്തം സഭയിൽപ്പെട്ട ഒരു യുവതിക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു സഹായം ചെയ്യുവാൻ സഭയും സഭ ഇടവക വിശ്വാസികളുമൊക്കെ ബാധ്യസ്ഥർ തന്നെയല്ലേ? ഇതിപ്പോൾ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും ഷൈനിയുടെ ദുരിതത്തെക്കുറിച്ച് പറയുന്നതും, ആ പെൺകുഞ്ഞുങ്ങളെയെങ്കിലും തന്നിരുന്നെങ്കിൽ ഞങ്ങൾ നോക്കിയേനെ എന്നൊക്കെ പറയുന്നതും. ഷൈനി ഈ ദുരിതവും പേറി ജീവിച്ചിരുന്ന സമയത്തിൽ ആരും അത്തരത്തിലൊരു കൈത്താങ്ങായില്ല എന്നുള്ളത് തന്നെയല്ലേ ഷൈനി മരണത്തെ വരിക്കാൻ തയ്യാറായതിന് പിന്നിലെ വസ്തുതയും സത്യവും. അത് മറന്നുകൊണ്ട് ഇന്ന് എല്ലാവരും കണ്ണീരണിയുകയാണ്. ഈ കണ്ണീരിനൊക്കെ എന്താണ് ഫലം? ഷൈനിയെ എങ്ങനെയാണ് ആ വീട്ടിൽ നിന്ന് ജൂൺ 9 കഴിഞ്ഞ വർഷം ജൂൺ 9 ആ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്നത് എന്നുള്ളത് ഷൈനിയുടെ പിതാവ് പറയുന്നത് കേൾക്കുക. 2024 ജൂൺ 9 രാവിലെ മുതൽ വൈകുന്നേരം വരെ എൻ്റെ മകളെ അവിടെ വീട്ടിലിട്ട് ചവിട്ടി കൂട്ടി അടിച്ചിട്ട് അവരുടെ തന്നെ കസിൻസ് അവരുടെ അപ്പനെ ക്യാൻസർ ആയിട്ടിരിക്കുന്ന പുള്ളീനെ കാണാനായിട്ട് അവിടെ വന്നവരാ. അവരുടെ കാങ്കിയിട്ട് ഹാളിനകത്തിട്ട് ചവിട്ടിയിട്ട് അവർ ഇവിടെ വന്ന് രാത്രി 8:30 മണിക്ക് ശേഷം എന്നോട് പറഞ്ഞിട്ട് അവർ പറഞ്ഞതനുസരിച്ച് ഞാനൊരു വണ്ടിയും പിടിച്ച് അവിടെ ചെന്ന് രാത്രി 12:30 മണിക്ക് ആ ചുങ്കംപള്ളിയുടെ പുറയിലെ ഈ എൻ്റെ മകളുടെ ഭർത്താവിൻ്റെ അനിയൻ്റെ വീടിൻ്റെ വാതക്കേന്ന് ഒരു കുഞ്ഞിനെ എൻ്റെ മകളെയും കൂടെ ഞാൻ കൂട്ടിക്കൊണ്ട് പോരുക. അവിടുന്ന് നേരെ ഞാൻ പോയത് തൊടുപുഴ വനിതാ സെല്ലിലാണ്. അവിടെയുണ്ട്, പരാതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.
അവിടെ പോലീസ് സ്റ്റേഷനിൽ പരാതിയുണ്ട്, അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ രാത്രി മകളെയും കൊണ്ട് വന്ന് 2:30 മണി രാത്രിയായപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് പിറ്റേ ദിവസം രാവിലെ ഈ ചവിട്ടുപിടിയെല്ലാം കിട്ടി എൻ്റെ പരിക്കുകളും കരിവാളിച്ച് കിടക്കുന്ന വേദനയും 3 സിസേറിയൻ കഴിഞ്ഞ പെണ്ണാത് അതിനായിട്ട് കെട്ടിക്കൂട്ടിയെ. അപ്പോൾ അതിനെ കൊണ്ട് ഞാൻ ഏറ്റുമാനൂർ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി. അവിടുത്തെ ലേഡി ഡോക്ടർ നിങ്ങൾ ഇതിന് തിരക്കി വേണം. അവിടുത്തെ ലേഡി ഡോക്ടർ മെയിനുള്ള പുള്ളിക്കാരത്തി എന്നെ പുറത്ത് നിർത്തിയിട്ട് അവിടെ വസ്ത്രങ്ങളെല്ലാം മാറ്റിയിട്ട് അവിടെ പരിശോധിച്ചിട്ട് പുള്ളിക്കാരത്തി ഇറങ്ങി വന്ന് എന്നോട് പറഞ്ഞു, ഇത് ഇൻറ്റിമേഷൻ കൊടുക്കേണ്ട കേസാന്ന് പറഞ്ഞു. ആ ഇൻറ്റിമേഷൻ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് തൊട്ട് താഴെ നടന്നു ചെല്ലാനേ ഉള്ളൂ. അവിടെ ചെന്ന ഇൻറ്റിമേഷൻ 15 ദിവസം ആരുടെയോ സമ്മർദ്ദത്താൽ താമസിപ്പിച്ചു. ഞാൻ ഇവിടെ ചെല്ലുമ്പോൾ പറയും അങ്ങോട്ട് വിട്ടെന്ന് പറയും, തൊടുപുഴ ചെന്ന് ചോദിക്കുമ്പം കിട്ടിയില്ലെന്ന് പറയും. അങ്ങനെ 15 ദിവസം താമസിച്ചാണ് ആ FIR ഉണ്ടാകുന്നത് തന്നെ. ആ FIRന് ശേഷമാണ് ഒരു മകസർ എഴുതാനും. അപ്പോൾ അതിനൊക്കെ ഞാൻ എത്ര പ്രാവശ്യം തൊടുപുഴയ്ക്കും ഇവിടെയായിട്ട് എൻ്റെ മകളെയായിട്ട് നടന്നത്. എന്നിട്ടാണ് ഇതാകുന്നത്. വീണ്ടും ഞാൻ ഇവിടെ വന്നിട്ട് ഫാമിലി കോർട്ടിലെ എൻ്റെ മകൾക്കും പിള്ളേർക്കും ജീവനാംശം കിട്ടുന്നതിനും ഞാൻ കൊടുത്ത ഡെവറിയും സ്വർണവും തിരിച്ചു കിട്ടാനും വേണ്ടിയിട്ട് കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസിൻ്റെ 4 അവധിക്കും ഇവർ നോട്ടീസ് കൈപ്പറ്റുവോ വരുവോ ചെയ്തിട്ടില്ല. 4ാമത്തെ അവധിക്ക് ഈ എൻ്റെ മകളുടെ ഭർത്താവ് സ്ഥലത്തുണ്ടായിരുന്നു, എന്നിട്ട് പോലും വന്നില്ല. അതിലില്ല അവൾക്ക് ഒത്തിരി. എന്നിട്ട് അവൾ കൂട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും, ഇതൊന്നും ഒരു കാലത്തും തീരിയല്ല, എനിക്ക് പണിയും കിട്ടിയല്ല, എൻ്റെ കാര്യം ഇതാ. വേറെ അവളെ എന്നിട്ട് എൻ്റെ മക്കളൊക്കെ 1 ലക്ഷം രൂപ ഫീസ് വരെ അടച്ചിട്ടുള്ള N+6 പരീക്ഷ എഴുതാൻ. അത് ഓൺലൈനിൽ കൂടെ ഉള്ളത്. ഇവിടെ ഇരുന്ന് വാട്സപ്പിന് ഇതിനകത്ത് ലാപ്ടോപ്പും ഒക്കെ വെച്ചിട്ട് ഞാൻ വൈഫൈ എടുത്ത് കൊടുത്ത് പഠിച്ചെല്ലാം നോട്ട് എഴുതി വെച്ചിരിക്കുക. അതിനന്നേരം അവൾ കർണാടകത്തിലാണ് BSc നഴ്സിംഗ് പഠിച്ചത്, ഹൈദരാബാദിലാണ് GNM പഠിച്ചത്. അതിന് ഡാറ്റ ഫ്ലോ ചെയ്താണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടാൻ ചോദിക്കും ഒരാഴ്ച 2 ആഴ്ച മാസങ്ങളായി, അത് കിട്ടുന്നില്ല. അത് കിട്ടിയാലേ അത് ചെയ്യാൻ പോകും. വാട്സപ്പിൽ എങ്ങാണ്ട് വിളിച്ചെന്നല്ലേ ഇപ്പൊ പറയുന്നത്. പോലീസ് അവൻ തന്നെ സമ്മതിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പിന്നെ ഞാൻ ഇപ്പം അവരെന്നോട് SI ഏറ്റുമാനൂരിൽ നിന്ന് വിളിച്ച് പറഞ്ഞത്, അവരിവിടെ വന്നിട്ട് എൻ്റെ ഭാര്യയോട് ഒരു പരാതി കൂടെ എഴുതി മേടിച്ചു. എന്നിട്ട് 9 മാസം മുമ്പത്തെ പരാതി കൂടെ വെച്ചിട്ട് ഇപ്പം അവർ കേസ് പോയിരിക്കുന്നെന്നും അവനെ അറസ്റ്റ് ചെയ്തെന്നും എന്നൊക്കെ SI വിളിച്ച് ഇങ്ങോട്ട് പറഞ്ഞത്. ഷൈനിയുടെ പിതാവ് പറയുന്നത് കേൾക്കുക. അന്നേ ദിവസം രാവിലെ ഷൈനിയെ അത്രമേൽ ഉപദ്രവിച്ചിട്ടുണ്ട്. അതായത് ബന്ധുക്കൾ, ക്യാൻസർ ബാധിച്ചു കിടക്കുന്ന നോബിയുടെ പിതാവിനെ കാണാനെത്തിയ ബന്ധുക്കളുടെ മുൻപിലിട്ട് വരെ ആ സ്ത്രീയെ അത്രമേൽ മർദ്ദിച്ചു. അത്രമേൽ മർദ്ദിക്കാതെ ആ കുടുംബക്കാർ, വീട്ടിൽ വന്ന ബന്ധുക്കൾ ഷൈനിയുടെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ അവളെ കൂട്ടിക്കൊണ്ട് വരണം, അവളെ ഇത്രമാത്രം ഉപദ്രവിക്കുകയാണ് എന്ന് പറയില്ലല്ലോ. വെറുതെ എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ ആണെങ്കിൽ ആരും പോയി ആ കുടുംബത്തിൽ പോയി പറയില്ല. പിന്നീടാണ് അച്ഛൻ പോയി ബന്ധുവിൻ്റെ വീടിന് മുൻപിൽ നിന്നുകൊണ്ട് ആ അമ്മയെയും മകളെയും വിളിച്ചു കൊണ്ടുവരുന്നത്. സത്യത്തിൽ ഒന്ന് ചോദിക്കട്ടെ, ഷൈനിയെ ഈ പറയുന്ന 12 വർഷവും ഉപദ്രവിച്ചിട്ടുണ്ട്. ഈ 12 വർഷവും ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ വീട്ടുകാർക്കും അറിയാം. വീട്ടുകാർ അറിയാതെയൊന്നും ഇരിക്കില്ല. അങ്ങനെയെങ്കിൽ 2 പേരെ ആ ആങ്ങളമാർക്ക് വരുന്ന സമയത്തെങ്കിൽ ആങ്ങളമാർക്കും അപ്പനും ചെന്നിട്ട്, നോബി ഉള്ള സമയത്ത് ചെന്നിട്ട് 2 എണ്ണം കൊടുത്തിരുന്നെങ്കിലോ, അത്തരത്തിൽ അയാളെ ഉപദ്രവിച്ചിരുന്നെങ്കിലോ 2 തല്ല് കൂട്ടിയിട്ട് കൊടുക്കണം. ആ കൊടുക്കേണ്ടതല്ലേ അവനെയൊക്കെ. നമ്മളിപ്പോൾ ഷൈനിയുടെ മരണശേഷം അവനെ തല്ലണമെന്ന് പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടായിരുന്നു? ഒരുപക്ഷെ ഈ ആങ്ങളമാരും അപ്പനും ഒക്കെ ആ സമയത്ത് തന്നെ ചെന്ന് അത്തരത്തിൽ 2 എണ്ണം കൊടുത്തിരുന്നെങ്കിൽ പിന്നീട് ഷൈനിക്ക് നേരെ, മക്കൾക്ക് നേരെ കൈയോങ്ങുമ്പോൾ നോബി ഒന്ന് വിറയ്ക്കുമായിരുന്നു, ഒന്ന് ഓർക്കുമായിരുന്നു, രണ്ടാമതൊന്ന് ചിന്തിക്കുമായിരുന്നു. അത്തരത്തിലൊന്നും ചെയ്യാൻ കഴിവില്ലാതെയായിപ്പോയി ആ കുടുംബത്തിന്. ആ കഴിവില്ലായ്മയായിരിക്കാം ഒരുപക്ഷെ ഷൈനിയുടെ ജീവിതത്തിലും ദുരന്തമുണ്ടാക്കിയത്. സാധാരണ എല്ലാവരും പറയും ആങ്ങളമാരുണ്ടെങ്കിൽ ചോദിക്കാൻ വരും. ഇവിടെ ആങ്ങളമാർ എവിടെ പോയി? അവൾ സ്വയം ആ വീട്ടിൽ കിടന്ന് നരകിക്കുകയായിരുന്നു. അവൾക്കൊരുപക്ഷെ ഇതിൽ കൂടുതലൊന്നും പറയുവാനോ ചെയ്യുവാനോ ഉള്ള പ്രാപ്തി ഉണ്ടായിട്ടില്ല. പക്ഷേ അവളുടെ ദുരിതം കണ്ടറിഞ്ഞ സഹോദരന്മാർക്കും അച്ഛനുമൊക്കെ ഇടപെടാമായിരുന്നു. ഇനി അതൊന്നുമില്ല, ഇങ്ങനെയൊരു വിഷയമുണ്ടായി എന്ന് പറഞ്ഞ് നോബിയുടെ ബന്ധുക്കൾ വീട്ടിൽ വന്ന് പോയതിന് ശേഷം അപ്പൻ കൂട്ടാൻ ചെല്ലുമ്പോൾ 2 പേരെ പരിസരത്ത് നിന്നെങ്കിലും കൂട്ടിക്കൊണ്ടു പോകാമായിരുന്നു. ആ വീട്ടിലേക്ക് നേരെ കയറി ചെല്ലാമായിരുന്നു. അവനിട്ട് ആ സമയത്ത് തന്നെ 2 എണ്ണം കൊടുക്കാമായിരുന്നു. അതും ആ അപ്പൻ ചെയ്തില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന് നിസ്സഹായതയോ അദ്ദേഹത്തിന് പ്രാപ്തിയില്ലായ്മയോ ആയിരിക്കാം. പിന്നീട് അദ്ദേഹം എന്തൊക്കെ ചെയ്തു എന്നുള്ളത് അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്.
സാധാരണ ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോൾ നമ്മൾ വെറുതെ വിലപിക്കുകയാണ് എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അതല്ലാതെ ഇവർക്കൊന്നും വേണ്ടി ഒരു കൈത്താങ്ങാകുവാൻ ആർക്കും കഴിയാറില്ല. ഇത്തരത്തിൽ ഓരോ മരണവും നടക്കുമ്പോൾ നമ്മൾ പറയും അങ്ങനെ ആയിരുന്നുവെങ്കിൽ, ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ. ഒരു ആയിരുന്നെങ്കിലും ഇല്ല. ഒരു വിഷയത്തിൽ നിൽക്കുന്ന സ്ത്രീക്ക് സംരക്ഷണം നൽകാൻ നമ്മുടെ സമൂഹം തയ്യാറാകണം. അത്തരത്തിൽ തയ്യാറാകാതെ ഇരിക്കുന്നിടത്തോളം കാലം എന്തിനാണ് ഈ വനിതാ ദിനമൊക്കെ കൊട്ടിഘോഷിക്കുന്നത്? നോക്കൂ, ഈ കേസിൽ മന്ത്രി വാസവൻ വരെ ഇടപെട്ടു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ മുൻ വീഡിയോയിലും പറഞ്ഞു. ഒരു കുടുംബ വിഷയത്തിൽ എന്തിനാണ് മന്ത്രി വാസവൻ ഇടപെടുന്നത്? സ്ഥലം MLA തന്നെയാണ്, അതൊന്നും ഇല്ലെന്ന് പറയുന്നില്ല. അത്തരത്തിൽ സ്ഥലം MLA ഇത്തരത്തിൽ ഇടപെടണമെന്നുണ്ടെങ്കിൽ നോബിക്കും കുടുംബത്തിനുമെതിരെ ഷൈനിയും കുടുംബവും കൊടുത്തിട്ടുള്ള കേസുകളുണ്ടോ, അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കി വകതിരിവോടെ വേണമായിരുന്നു വാസവൻ ഇടപെടാൻ. ഇത് അതൊന്നുമല്ല. നോബിയുടെയും കുടുംബത്തിൻ്റെയും കയ്യിലേക്ക് ജീവിതത്തിൽ അതുവരെയും ഒരു സുഖവും നീതിയും ഒന്നും ലഭിക്കാതെ കടന്നുപോയ, മരിച്ചുപോയ അവരുടെ മൃതദേഹം പോലും തട്ടിയെടുത്ത് വാങ്ങി അവരുടെ കുടുംബത്തിലേക്ക് എത്തിക്കാൻ ഇടപെടുകയാണ് ചെയ്തത്. അത് നീതിയാണോ? സ്ത്രീപക്ഷ സർക്കാർ എന്ന് പറയുന്ന ഈ സർക്കാരിലെ ഒരു MLAയും മന്ത്രിയുമായ വ്യക്തിയാണ് 40 വണ്ടി പോലീസിനെ ഇറക്കി അവിടെ മരിച്ചു കിടന്ന ആ മൃതദേഹങ്ങളോട് പോലും നീതികേട് കാണിച്ചത്. ഇത്തരത്തിൽ നീതികേട് കാണിക്കുന്ന സർക്കാർ എങ്ങനെയാണ് സ്ത്രീപക്ഷ സർക്കാർ ആകുന്നത്? അതിനുശേഷം മന്ത്രി വാസവനും പരിവാരങ്ങളും ആ കുടുംബത്തിൽ പോയി. ആ കുടുംബത്തിൽ പോകാതിരുന്നാൽ സഭാവിശ്വാസികൾ ഒന്നടങ്കം ഇളകും. അതുകൊണ്ട് മാത്രം പോയതാണ് എന്നുള്ളത് വ്യക്തം. ഇത്തരത്തിൽ മന്ത്രി വാസവൻ ആ സ്ഥലത്ത് ഇടപെട്ടിട്ടുള്ള നിരവധി കേസുകളുണ്ട്. നീതിക്കല്ലാതെ ഇടപെട്ടിട്ടുള്ളത്, വേട്ടക്കാർക്കൊപ്പം നിന്നിട്ടുള്ള ഒരുപാട് കേസുകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിൽ ഒരാളുടെ ഓഡിയോ ക്ലിപ്പ് നമ്മൾ കൊടുത്തതാണ്. അയാളുടെ ജീവിതത്തിലുണ്ടായ പ്രശ്നത്തിൽ മന്ത്രി വാസവൻ ഇടപെട്ട കാര്യം. അപ്പോൾ ഇത്തരത്തിൽ ഇടപെടുന്ന ഒരു സർക്കാരും കൂടി ഉള്ളപ്പോൾ എങ്ങനെയാണ് സ്ത്രീകൾക്ക് നീതി ലഭിക്കുക? ഒരുപക്ഷെ ആ സ്ത്രീക്ക്, ഷൈനിക്ക് മറ്റൊരു തരത്തിലും നിലനിൽക്കാനുള്ള ഒരു വഴിയുമില്ലാതെയായി പോയ അവസരത്തിലാണ് അവൾ മരണത്തെ തേടി പോയത്. അല്ലെങ്കിൽ ഈ 12 വർഷം അവിടെ നിന്ന് ഈ തല്ലെല്ലാം വാങ്ങി ദുരിതമെല്ലാം അനുഭവിച്ച ആ സ്ത്രീ എന്തിനാണ് പെട്ടെന്നൊരു ദിവസം പോകുന്നത്? അവൾ പറയുന്ന ഓഡിയോ സന്ദേശത്തിൽ വ്യക്തമാണ്, നോബി വിവാഹമോചന കേസുമായി ബന്ധപ്പെട്ട് വിളിപ്പിച്ചാൽ വരാറില്ല, കുട്ടികളുടെ ചെലവിൽ കിട്ടുന്നില്ല, അതും വെട്ടിച്ചുരുക്കുകയാണ്. ഏറ്റവും ഒടുവിൽ അവളോട് വിളിച്ചു പറഞ്ഞത് പോലും നീയും കുട്ടികളും പോയി ചാകടി എന്നുള്ള രീതിക്ക് തന്നെ. ഇതെല്ലാം ആ ദുഷ്ടൻ പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തു. ഇനി സഭാവിശ്വാസികളുടെയൊക്കെ പരിവേദനങ്ങൾ, അതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ? എന്താണ് സഭാവിശ്വാസികൾ ചെയ്യാതിരുന്നത്? ഇത്തരം കാര്യങ്ങളെല്ലാം ഇപ്പോൾ മീഡിയയ്ക്ക് മുമ്പിൽ വന്ന് വെളിപ്പെടുത്തുന്ന ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വിഷയം, ഈ കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണിനെ കെട്ടിച്ചു വിട്ടു കഴിഞ്ഞാൽ അവൾ വന്നു കയറിയ വീട്ടിൽ അവൾക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവളെ സ്വമാനസാലെ സ്നേഹത്തോടെ നീ തിരിച്ചു പോരെ എന്ന് പറയാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഈ സഭാവിശ്വാസികൾ ഒന്നടങ്കം ഇടപെട്ടിരുന്നെങ്കിൽ, നോബിയുടെ കുടുംബത്തിനെതിരെ ചൂണ്ടുവിരൽ ഉയർത്തിയിരുന്നുവെങ്കിൽ ഷൈനിയുടെ ജീവിതം ആകെ മാറി മറിഞ്ഞേനെ. സഭയുടെ വമ്പൻ ഹോസ്പിറ്റലായിട്ടുള്ള അവിടെ പോലും ഒരു ജോലിക്ക് കിട്ടാതെ പോയി. അതും ഇടപെട്ടത് ഒരു വൈദികൻ. നോബിയുടെ ബ്രദർ ആയിട്ടുള്ള ഫാദർ ബോബി ചേരിയിൽ ഇടപെട്ടതിനെ തുടർന്ന് അതും പോയി. അപ്പോൾ സഭയൊക്കെ ആർക്കൊപ്പമാണ് നിന്നത്? വേട്ടക്കാർക്കൊപ്പം തന്നെയല്ലേ? അങ്ങനെ ഒരു ജോലി നഷ്ടപ്പെടുത്തേണ്ട അവസ്ഥ ഉണ്ടായിരുന്നുവോ? സഭയ്ക്ക് അതിൻ്റെ എന്താവശ്യമായിരുന്നു ഉണ്ടായിരുന്നത്? സഭയ്ക്ക് ഇടപെടാമായിരുന്നു. ഫാദർ ബോബിയുടെ വാക്കുകേട്ട് ഒരു സ്ത്രീക്ക് ഒരു നീതി കിട്ടേണ്ടടുത്ത് പ്രവർത്തിക്കാതെ എതിർപ്പ് പ്രകടിപ്പിച്ച സഭ നേരെ തിരിച്ച്
ഷൈനിക്ക് നീതി കിട്ടാൻ വേണ്ടി ഇടപെട്ടിരുന്നെങ്കിൽ ആ പെൺകുഞ്ഞുങ്ങളുടെയും ആ അമ്മയുടെയും ദുരിതം വഴിമാറിപ്പോകുമായിരുന്നു. അതുപോലും ചെയ്തില്ല. ഏതാണ്ട് 10-22 ആശുപത്രികളിലാണ് ഷൈനി ഒരു ജോലിക്കായി കയറി ഇറങ്ങിയത്. ഇവിടങ്ങളിലെല്ലാം റിജക്ഷൻ ആയിരുന്നു. അവളെ പഠിപ്പിക്കാൻ 1 ലക്ഷം രൂപ മുടക്കി ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രമായില്ലല്ലോ. ഒരുപക്ഷെ ആ കുടുംബത്തിൽ പോലും ചില സമയത്തെങ്കിലും അവൾക്കൊരു അന്യതാബോധം മനസ്സിലായിട്ടുണ്ടാവണം, അവൾ അനുഭവിച്ചിട്ടുണ്ടാവണം. അന്നേ ദിവസം രാത്രി ആ പെൺമക്കൾ ഭക്ഷണം കഴിച്ചിരുന്നില്ല. അവൾ ഒടുവിൽ ഇറങ്ങിപ്പോകുമ്പോൾ അവളുടെ വിവാഹമോതിരവും കൊന്തയും മാലയും വളയും എല്ലാം ആ കൃപാസനം മാതാവിൻ്റെ പുസ്തകത്തിനുള്ളിൽ ഊരി വെച്ചുകൊണ്ടാണ് പോയത്. ഇനിയൊരു തിരിച്ചുവരവില്ലെന്ന് അത്രമേൽ മാതാവിനെ വിശ്വസിച്ചിരുന്ന ഷൈനി ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഇനി ഈ സഭാവിശ്വാസികൾക്കിടയിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു ക്രൈസ്തവ കുടുംബത്തിൽ പെൺമക്കളെ കെട്ടിച്ചു വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അവരോട് പെരുമാറുന്നത് എന്നുള്ളത് ഒരു ക്രൈസ്തവ സഭാവിശ്വാസിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നിങ്ങൾ കേൾക്കുക. എനിക്കിപ്പോൾ 64 വയസ്സുണ്ട്. പിന്നെ എൻ്റെ ചെറുപ്പം തൊട്ട് ഞാൻ പല പെൺകുട്ടികളുടെ കല്യാണവും ഭയങ്കര അടിപൊളി കല്യാണമാണെന്നും പറഞ്ഞുകൊണ്ട് ഈ കല്യാണം കഴിപ്പിച്ച് വിട്ട് കഴിഞ്ഞ് അവിടെ ചെന്ന് അടിയും പിടിയും വഴക്കുമൊക്കെ ആയി. അങ്ങനെ ഇരിക്കുന്നോണ്ടേ ഈ പെങ്കൊച്ച് അവിടെ നിന്ന് വീട്ടിൽ വരുമ്പോൾ എല്ലാവരും കൂടെ ആദ്യമേ പറയുന്നത്, നീ റിയാക്ട് ചെയ്ത രീതി ശരിയായില്ല, നീ വേറെ രീതി റിയാക്ട് ചെയ്യേണ്ടതായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു, ഇങ്ങനെ ചെയ്യേണ്ടതായിരുന്നു. ഇപ്പം ഇവിടെ വന്ന് നിന്നാൽ നമ്മളെന്തോ ചെയ്യാനാ? അതും പറഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ ഈ അപ്പൻ ഈ മോളെ കൊണ്ടുപോയി അവിടെ കൊണ്ടുവിട്ടേച്ച് പോരും. അത് കഴിഞ്ഞ് വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, ഒരു പെൺകുട്ടിയുള്ള വീട്ടിലെ ഒരു ക്രിസ്ത്യൻ വീട്ടിലെ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ എന്തുവെന്ന് ചോദിച്ചാൽ, കല്യാണം കഴിക്കുന്നിടം വരെയുള്ള ആ സ്ത്രീക്ക് വീട്, അത് കഴിഞ്ഞ് വീടില്ല. അവരുടെ വീട്ടിലെ അവർ മെമ്പറല്ല. കാരണം അവിടെ ആങ്ങളമാരുടെ ഭാര്യമാർ അവിടുത്തെ എല്ലാം ഓൺ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഈ കല്യാണം കഴിഞ്ഞ് വരുന്ന വീട്ടിൽ ഒരിക്കലും നമുക്ക് ആ സ്ഥാനം തരികയുമില്ല. അപ്പം അങ്ങനെ ഒരിടത്തും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ഒരു കല്യാണം കഴിഞ്ഞ പെണ്ണ് ജീവിക്കുന്നത്. ഈ ഹിന്ദുക്കൾക്കും മുസ്ലിംസിനുമുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് കല്യാണം നടത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാലും അവർക്ക് ആ വീട്ടിലും ഒക്കെ അവകാശങ്ങളുണ്ട്. ക്രിസ്ത്യൻസിന് ആ അവകാശമില്ല. പിന്നെ അല്ലെങ്കിൽ ഇനിയും അപ്പന്മാരും വലിയപ്പന്മാരും ഒന്നും ഇതൊന്നും തരാൻ തയ്യാറല്ല. അല്ലെങ്കിൽ പിന്നെ ഇനി നമ്മൾ കേസ് പറഞ്ഞ് വാങ്ങിക്കണം. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി പെൺപിള്ളേർ വിചാരിക്കും തന്തയ്ക്കും തള്ളയ്ക്കും ഇടയ്ക്ക് വയസ്സുകാലത്ത് ഇനി അവർക്കെതിരെ കേസ് കൊടുത്ത് നമ്മൾ പ്രശ്നം ഉണ്ടാക്കാനൊന്നും പോകണ്ട, അതുപോലെ അങ്ങനെയൊന്നും അവകാശമൊന്നും വാങ്ങിച്ചിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ അതാണ് ഒരു കല്യാണം കഴിച്ച ക്രിസ്ത്യൻ പെൺകുട്ടി സ്വന്തമായിട്ട് ജോലിയൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ അതിന് പോകാനൊരു സ്ഥലമില്ല. അതാണ് പ്രശ്നം. അപ്പം അതും പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ഈസി ആയിട്ട് ജോലി കണ്ടുപിടിക്കാനും പറ്റില്ല. അത് ഇപ്പം ഞാൻ US നിന്ന് ഈ സുനിലിനെ ഇപ്പോൾ വിളിച്ചേക്കണത്. അപ്പം ഇവിടെയൊക്കെയാണ് എന്തെങ്കിലും ചെയ്ത ഒരാളിന് ജീവിക്കാൻ പറ്റും. എന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു കടയിൽ പോയി നിന്നാലും അറ്റ്ലീസ്റ്റ് ജീവിക്കാനുള്ള പൈസ കിട്ടും. അപ്പം ഇത് വലിയ കഷ്ടമായി പോയി. ആ ഒരു പെങ്കൊച്ചിൻ്റെ 2 പിള്ളേരുടെയും കാര്യം ഓർക്കുമ്പോൾ വലിയ വിഷമമാണ്. എന്ത് ചെയ്യാം? അതിനെ ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല. നമ്മൾ ഓരോരുത്തരും ഇതിന് ഉത്തരവാദികളാണ്. കാരണം ഒരു കുട്ടി ഒരിടത്തും മരിക്കുന്നിടം വരെ നമ്മൾ ആരും അറിഞ്ഞില്ല. ചുറ്റുപാടുമുള്ളവരും ഒന്നും ചെയ്തില്ല. അവർക്കെല്ലാം വിളിച്ചു പോകുന്നതും കരച്ചിലും ഒക്കെ കേൾക്കായിരുന്നു എന്നൊക്കെ പറയുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് അത് അറിഞ്ഞായിരുന്നെന്ന് പറയുന്നു. ആരൊക്കെ എന്ത് പറഞ്ഞാൽ ആരും ഒന്നും ചെയ്തില്ല. കാരണം തീർച്ചയായും എനിക്കറിയാം ഭർത്താവിൻ്റെ വീട്ടിൽ ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ തന്നെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ സ്വന്തം വീട്ടിലും ഉണ്ടായിട്ടുണ്ടാവും. കാരണം സ്വന്തം വീട്ടിൽ അപ്പനും അമ്മയ്ക്കും ഈ കല്യാണം കഴിച്ച കുട്ടി അവിടെ വന്ന് നിൽക്കുന്നതിനോട് താല്പര്യം ഉണ്ടാവില്ല. അതാ എന്ന് വിചാരിച്ച് അവരെന്തെങ്കിലും ചെയ്ത് കൊന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. മരിക്കാൻ വേണ്ടി അവരൊന്നും പറഞ്ഞും കാണത്തില്ല. പക്ഷെങ്കിൽ എന്തെങ്കിലുമൊക്കെ അൺപ്ലസന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, കാരണം കുട്ടികൾക്ക് ഫീസ് കൊടുക്കണം, വളർന്നു വരുന്ന പെൺകുട്ടികളാണ്, അവരുടെ ആവശ്യങ്ങളുണ്ട്. ഓരോ ദിവസവും അവരോരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കും. അതിനനുസരിച്ചുള്ള എല്ലാം ചെയ്തു കൊടുക്കണം. അപ്പം ഈ സ്ത്രീയെ ഒരു വഴിയുമില്ലാതെ മരിച്ചതാ. കാരണം അവരെ കൊണ്ട് ഒക്കുന്ന പോലൊക്കെ അവര് ശ്രമിച്ചു. അത് കഴിഞ്ഞ് വെളുപ്പിനെ എന്നും 5:30 പള്ളിയിൽ പോകുമെന്ന് പറഞ്ഞു. അവർ പ്രാർത്ഥിച്ച ദൈവവും അവർ പറയുന്ന ഒന്നും കേട്ടില്ല. കഷ്ടമായി പോയി. എന്ത് ചെയ്യാം?